സ്നേഹം നിറഞ്ഞ പ്രിയ സുഹൃത്തുക്കളെ, നമുക്കൊരു കഥ പറയാം. ഒരു വീടിൻ്റെ മുറ്റത്ത് നിറയെ റോസാപ്പൂക്കളുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള റോസാപ്പൂക്കളുടെ ചെറിയൊരു തോട്ടം എന്ന് തന്നെ നമുക്ക് പറയാം. അവിടുത്തെ രക്ഷിതാക്കൾ അതിനെ കൃത്യമായിട്ട് പരിപാലിച്ച് വളർത്തിയതാണ്. എന്നാൽ ഒരു ദിവസം ആ വീട്ടിലെ കൊച്ചുമകൻ അതിൽ നിന്നും 3 റോസാപ്പൂക്കൾ പറിച്ചെടുത്തു. അതിനൊരു കാരണവുമുണ്ട്. വീട്ടിൽ വയസ്സായി കിടക്കുന്ന, രോഗബാധിതനായി കിടക്കുന്ന തൻ്റെ മുത്തച്ഛന് നൽകാനായിരുന്നു അവൻ പറിച്ചെടുത്തത്. എന്നാൽ കൃത്യമായിട്ട് പരിപാലിച്ച് വളർത്തുന്ന ഈ റോസാപ്പൂക്കൾ പറിച്ചെടുത്തപ്പോൾ അച്ഛനും അമ്മയ്ക്കും ദേഷ്യം തോന്നുകയും കുട്ടിയെ നല്ലവണ്ണം ചീത്ത പറയുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ മുത്തച്ഛൻ മരണപ്പെടുകയും ചെയ്തു. ഒരു ദിവസം മുത്തച്ഛൻ്റെ ശവക്കല്ലറ കാണാൻ പോകാനിരിക്കുന്ന രക്ഷിതാക്കൾ ഈ റോസാപ്പൂക്കളുടെ കൂട്ടത്തിൽ നിന്നും 3 റോസാപ്പൂക്കൾ പറിച്ചെടുത്തു. ഇത് കണ്ട കുട്ടി അച്ഛനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അച്ഛാ, ജീവിച്ചിരിക്കുന്ന കാലത്ത് കൊടുക്കാത്ത റോസാപ്പൂക്കൾ എന്തിനാണ് മരിച്ചതിന് ശേഷം കൊടുക്കുന്നത്? ഇതിൽ നിന്നും, ഈ ഒരു ഭാഗത്ത് നിന്നും നമുക്ക് 3 കാര്യങ്ങളെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. 1, ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വലിയ സന്തോഷങ്ങൾക്ക് വഴിതെളിയിക്കും. കുട്ടി റോസാപ്പൂക്കൾ പറിച്ചു മുത്തച്ഛന് നൽകുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമാണ്. പക്ഷേ മുത്തച്ഛനെ സംബന്ധിച്ച് രോഗബാധിതനായി ഡിപ്രഷൻ്റെ സ്റ്റേജിലേക്ക് എത്തിയ വേളയിൽ തൻ്റെ കൊച്ചുമകൻ റോസാപ്പൂക്കൾ സമ്മാനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുന്ന സന്തോഷത്തെ നമുക്കൊരിക്കലും അളക്കാൻ സാധിക്കില്ല. ഇനി രണ്ടാമതായിട്ട് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉള്ളതുകൊണ്ട് കാര്യമില്ല. ആ സ്നേഹം പ്രകടിപ്പിച്ചില്ലെങ്കിൽ അത് നഷ്ടമായിരിക്കും. പ്രകടിപ്പിക്കാത്ത സ്നേഹത്തെ പിശുക്കൻ്റെ കയ്യിലുള്ള ധാന്യപ്പുര പോലെയാണ് നാം ഉപമിക്കാറുള്ളത്. മൂന്നാമതായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, കുട്ടികൾ നിഷ്കളങ്കരാണ്, സ്ഫടിക സമാനമായ ഹൃദയത്തിൻ്റെ ഉടമകളാണ്. അവർ ചിന്തിക്കുന്ന ചിന്തകളും അവർ ചോദിക്കുന്ന കാര്യങ്ങളും അനുകരണത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയും കണ്ടെത്തിയതാണ്. അതുകൊണ്ട് അവർ നമ്മോട് ഇത്തരത്തിലുള്ള ഒരുപാട് ചെറിയ ചെറിയ ചോദ്യങ്ങളും ചിന്തകളും ഷെയർ ചെയ്യും. അത് മുതിർന്നവർക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം.